ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഹരിതയുടെ വീട്ടിലെ ആൾക്കാരെ പരിചയപ്പെടാം. പാത്തുമ്മയുടെ ആടല്ല ഗൈസ്, ഹരിതയുടെ ആട്. ഫുൾ പോസിംഗ് ആണല്ലോ. എന്താ അത്? ഇങ്ങോട്ട് വരണ്ട, എനിക്ക് പേടിയാ. ഇതാണ് ഗൈസ് അവളുടെ വീട്ടിൽ ആൺതാറാവ് ഡക്കു. ഹലോ ബ്രോ. ഹായ് ബ്രോ. എന്താണ് എനിക്ക് പേടിയാട്ടാ. കുട്ടികളെന്നൊക്കെ കൊത്തും, ഞങ്ങളെന്നും കൊത്തില്ല. ഈ നാരങ്ങയുടെ പേര് വടോപ്പുളി നാരങ്ങ എന്നാണ് ഇവർ പറയുന്നത്. ഇത് പോരാണ്ട് ഇവിടെ ബബ്ലൂസ് നാരങ്ങ ഉണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഹലോ ഗൈസ്, നമ്മളിന്ന് ഹരിതയുടെ പറമ്പിലേക്ക് പോവുകയാണ്. ഹരിതയുടെയും കുടുംബത്തിൻ്റെയും കൃഷിയാണ് നമ്മൾ കാണുന്നത്. ഇഞ്ചി, ഓക്കെ. മുള്ളാത്ത എന്ന് പറഞ്ഞാൽ ഒരു കായ ഉണ്ടാവും, കേട്ടിട്ടുണ്ട്. മോളി ഈ സീതപ്പഴമൊക്കെ പോലെ അതിന് കൈൻഡ് ഓഫ് ഒരു സാധനം. പൂ നല്ല വലിയ പൂവാണ്. കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഇവരുണ്ടാക്കിയ കുഞ്ഞു കിണറാണിത്. ഉണ്ട് ക്ഷാമയോ? വെള്ളം നിറഞ്ഞു. മീനുണ്ടല്ലോ, മീനുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട്. വാങ്ങിയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, പുഴയിൽ നിന്ന് കിട്ടുന്നതും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നീ അവിടെ നിന്ന് പറഞ്ഞ നാരങ്ങ ഇവിടെ ഉണ്ട്. ഇതാണ് പിന്നെ ഈ പറമ്പിൽ ഏറ്റവും കൂടുതലുള്ളത് ഉപ്പേരി നമ്മൾ വെറുതെ ഇടുന്ന കറിവേപ്പിലാണ്, പക്ഷെ അതൊരു ഉപ്പേരിക്കുള്ളതുണ്ട്. അത് ഇഞ്ചിയാണോ? അത് കൂവ. ഇത് അമ്മ ഒട്ടുപ്ലാവ് ഇടുന്ന കൊന്നത്. ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമാണ്. ഉണ്ടോ? കുറച്ച് നിലത്തോടൊക്കെ ഉണ്ടാവും, സാധാരണ കുറേ ഉണ്ടാവാറുണ്ട്. ഇപ്പം അതിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ഇതിൽ നിറയെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇങ്ങനെ തത്ത വന്ന് കൊത്തി തിന്നും. തത്ത കുറേ വരും, തത്ത വന്നിട്ട് ഇത് കടിച്ചിടും. കുറേ ഉണ്ടാവാറുണ്ട്. ഉപ്പിലിട്ട് വയ്ക്കാം. പിന്നെ അച്ചാറിൽ ഞാൻ കുടിച്ചിട്ട് പയർ മുളച്ച് വന്നതാണ്. ഇത് ബാക്കിയൊക്കെ മയിൽ വന്നിട്ട് കൊത്തി തിന്നു പോയി. പിന്നെ ഇവിടെ ഉള്ളത് കൂർക്കയാണ്. ഇതാണോ കൂർക്ക? ഇത് കൂവ. ഓക്കെ. കൂർക്ക അതാ അവിടെ. അവിടെ കുഴിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചീര നട്ട പോലെ ഉണ്ടല്ലോ. അത് ചീരയും കുമ്പളൊക്കെ നട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നടക്കുന്ന സ്ഥലം ശരിയല്ലെന്ന് തോന്നുന്നു. ഇവിടെയും നട്ടിട്ടുണ്ട്. ഇവിടെ പയർ നട്ടിട്ടുണ്ട്, ചീര നട്ടിട്ടുണ്ട്. ഇത് കൂർക്ക. ഏതാ ഇത്? This is kurka. This is kappa. Okay. This is kurka. Yeah. Okay. And അവിടെയൊക്കെ ഞാൻ കുമ്പളം കുഴിച്ചിട്ടിട്ടുണ്ട്. അല്ല, വെള്ളരിയാണ് അതൊക്കെ. അത് മുളച്ചതൊക്കെ വെള്ളരിയാണ്. അത് ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി വാങ്ങി, പട്ടാമ്പി പോയി വാങ്ങില്ല. ഇതിനുള്ളിൽ നിറയെ ചീര മുളച്ചിട്ടുണ്ട്. അത് ചീര കണ്ടപ്പോൾ എനിക്ക് ഭാഗത്തേക്ക് കറങ്ങും. ഇതിൽ അത്രയാണ്. പിന്നെ അവിടെ വെണ്ട കുഴിച്ചിട്ടുണ്ട്, പക്ഷെ മുളയ്ക്കാറായിട്ടില്ല. വെണ്ട മുളയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. കാരണം കുഴിച്ചിട്ടത് ഞാനാണ്. വിത്തിൻ്റെ ഗുണം കൊണ്ടാണോ എൻ്റെ കയ്യിൻ്റെ ഗുണമാണോ എന്നൊക്കെ കണ്ടറിയണം. അവിടെ പയറുണ്ട്. ഇവിടെ അതല്ലേ? അത് പയർ. അത് കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. അത് പഴയ വിത്ത് ഉണ്ടാക്കിയിട്ട് ഇതാക്കിയതാ. ഇത് ഇഞ്ചി. ഈ 2-3 തടവും അവിടെയും. പിന്നെ ഇത്രയേ ഉള്ളൂ ഇഞ്ചി. ഇഞ്ചിയുടെ പൂ ഇവിടെ കൊണ്ട് ഗായ്സ്. ഇവിടെയുണ്ട്. ഇതവിടെയുണ്ട്. എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്, ക്യാമറയിൽ അവിടെ. പിന്നെ എല്ലാം നമ്മുടെ പന്നിച്ചേട്ടൻ്റെ ഒരു വിളയാട്ടാണ്. അയ്യോ, ഇതാണ്. ഒരു ദിവസം വരുമ്പോൾ ഇങ്ങനെ ഓരോ സർപ്രൈസസ് ഉണ്ടായിരിക്കും. കൊള്ളി വരും, തിന്നും, പുള്ളിക്കാരൻ പോവും. പുള്ളിക്കാരെല്ലാം തടം നശിപ്പിച്ചിട്ട് പോകും. പുള്ളിക്കാരനെ പ്രതിരോധിക്കാൻ നമ്മൾ ആ സൈഡ് ഫുള്ള് ഷീറ്റ് വെച്ചു, ഈ സൈഡ് ഫുള്ള് ഷീറ്റ് വെച്ചു. കമ്പിവേലി കെട്ടിയതിൻ്റെ അപ്പുറത്ത് കൂടെ വീണ്ടും നമ്മൾ ഷീറ്റ് വാങ്ങി കൊണ്ടുവന്ന് വെച്ചു. ഇത് ഞാൻ നട്ട പയറാണ്. മൊത്തമായിട്ട് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവാം. ഇതാണ് കൂവയുടെ പൂവ് ഗൈസ്. അത് ഗൈസ് വാഴ. എൻ്റെ വീട്ടുകാർ 3 വാഴയെ കൂടുതൽ വയ്ക്കാറുണ്ട്. ഇത് മുളച്ചതാ. ഇത്
ഇത് മൊത്തം മയിൽ കൊത്തി തിന്നിട്ട് പോയി. വെരി ഗുഡ്, കില്ലടി തന്നെ. യാ ഇതാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല പ്രാന്താണ്. ഞാൻ വീട്ടിൽ ചീത്ത അറിയായിരുന്നു തുടക്കത്തിലൊക്കെ, നിങ്ങൾ വെറുതെ കാശ് കളയുകയാണ് പറമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്, കാരണം എന്തുണ്ടാക്കിയാലും പന്നി കൊണ്ടുപോകും, അല്ലെങ്കിൽ മയിൽ വന്ന് കൊത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പിന്നെ പയർ കുഴിച്ചിട്ടിട്ടുണ്ട്. പയർ മാത്രമേ മുളച്ചിട്ടുള്ളൂ, പയർ ആദ്യം മുളയ്ക്കുള്ളൂ. വഴുതന ഉണ്ട് ഇവിടെ, വെള്ളമുണ്ട്. ഇത് പാവല് ആ കണ്ടാലറിയാം. പിന്നെ ഇത് നമ്മൾ അമര അഴിച്ചിട്ടുള്ള അമര പടർത്താൻ വേണ്ടിയാണ് ഈ പന്തലിട്ടേക്കുന്നത്. പക്ഷേ ഇത് തല പൊട്ടുന്നുണ്ട്, ഓരോ വട്ടം കയറുമ്പോഴും താഴുന്നുണ്ട്. ഈ അമര ഇതാക്കാൻ വേണ്ടി, പടർത്താൻ വേണ്ടി നമ്മൾ പന്തലിട്ടതാണ്. പപ്പങ്ങ ഹിയർ ഗൈസ്, ചീനമുളക് ഗൈസ്. പിന്നെ ഇത് ഇരുമ്പാമ്പുളി. പുളിയില്ല. ഒരു പുളിയുണ്ട്. എവിടെ? എന്താ നിനക്ക് ഭാഗ്യമുണ്ടോ കൂട്ട? ഒന്നല്ല 2 എണ്ണം ഞാൻ കണ്ടിരിക്കണു ഗൈസ്. എന്നാ മതി. കുമ്പളമാണോ മത്തനാണോ എന്നറിയില്ല ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യും. അവിടെ കുമ്പളാണ് കുഴിച്ചിട്ടത്, അത് കുമ്പളാണെന്നാണ് എൻ്റെ കണക്ക്. മത്തനും കുമ്പളാണെന്ന് ചെറിയ വ്യത്യാസങ്ങളുള്ളവർക്ക് വ്യത്യാസങ്ങളറിയാം. ഉണ്ടായ അടുത്ത് തിന്നാം, അത്രേ ഉള്ളൂ. അതെ, കായുണ്ടായിട്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ. ഇത് മത്തൻ. മത്തൻ കായ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കുഞ്ഞിതായിരുന്നു, അത് ചാടിപ്പോയി. ചാടി മീൻസ് വീണ്. ഇതാ ഇവിടെ ഉണ്ട്. ഒരു എക്സ്ക്ലൂസീവ് സാധനം കാണിച്ചിരാം. ഞാനിപ്പോൾ ഇതോ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മത്തൻ. എടുക്കാനായില്ല, എടുത്ത് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചുതരാം. അതല്ല ഞാൻ പറിക്കാനായില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഏകദേശം ഒരു 30 ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മത്തൻ. ഇത് വലുതാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പന്നി മന്തിയ കപ്പയാണ് ഗൈസ്. അതെ, പന്നി മന്തി കപ്പ തന്നെ. ഞാനൊരു മലയാളി, ഇന്നീ മണ്ണി കൂട്ടോളി. ഇതിങ്ങനെയൊന്നുമല്ല കളയ്ക്കുന്നവരും വന്ന് പറയരുത്, എനിക്ക് പറ്റുന്ന പോലെയാണ് ഞാൻ നോക്കാം. നമ്മൾ കപ്പ പറിച്ചു ഗൈസ്. യെസ് ഗൈസ്. പന്നി ഉള്ളതുകൊണ്ട് പന്നി ചെന്നിട്ട് ബാക്കി നമുക്ക് പറിക്കേണ്ട അവസ്ഥയിലാണ്. തോല് സാധനങ്ങളൊക്കെ വേണ്ടോ, ഒക്കെ തോലൊക്കെ മാറ്റി പുള്ളിക്കാരൻ തിന്നിട്ട് പോകും. കില്ലാടി തന്നെ. ഇതാ ഗൈസ് പാഷൻ ഫ്രൂട്ട്, നമ്മളെ നോക്കി ചിരിക്കുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ പാടില്ല. ഉദരക്കിഴങ്ങാണെന്നാണ് ഗൈസ് പറയുന്നത്. ദിസ് ഈസ് കാവത്ത്. പക്ഷേ ഇത് ഈ വള്ളി താഴത്തോട്ട് പോയിട്ട് ആ മണ്ണിലാണ് കാവത്ത് വലുതായിട്ടുണ്ടാവുക. ഇത് അതിൻ്റെ വള്ളിയാണ്. ഇതിൻ്റെ ഇല ഇപ്പോൾ നിൽക്കുന്നത് ആ ഓട്ട ഇട്ട് വീണതാണ് അതിൻ്റെ ഇല. ഇത് മണ്ണിന് അടിയിലോട്ടാണ്, കിഴങ്ങാണ്. അതാ ഞാൻ നോക്കണത്. പക്ഷേ പടവലത്തിൻ്റെ തല മയിലായിരിക്കും മിക്കവാറും. ഇതെല്ലാവരും പടവലം മുളപ്പിച്ചത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നമ്മളുണ്ടെങ്കിൽ കഷ്ടപ്പെടും, ഓരെന്തെങ്കിലുമൊക്കെ വന്ന് കുത്തിരുത്തരും കുസൃതി കാണിച്ചിട്ട്. അതാ ഗൈസ് അവിടെ പറങ്കി മാവുണ്ട്. പിന്നെ കുരുമുളക് എവിടെയൊക്കെ ഉണ്ടെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. കുരുമുളക് എല്ലായിടത്തും ഉണ്ട്. അതാണ് കുരുമുളക്. ഇതാണ് ഗൈസ് മഞ്ഞൾ. എനിക്ക് സൗണ്ട് ഭയങ്കര ഇഷ്ടം, കോരുമ്പോൾ കേൾക്കാൻ. ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ചക്കൻകുളം എന്നാ പറയാ. അതായത് ചക്ക
ചക്ക് എന്ന് പറയുന്നത് മറ്റേ എൻ്റെ അറിവിൽ എനിക്ക് കേട്ട ഓർമ്മയാണ്, തെറ്റും ഉണ്ടാവും. മറ്റേ കലപ്പ വെക്കില്ലേ, ആ കലപ്പേൻ്റെ പേരാണോ ചക്ക് എന്ന് തോന്നുന്നുണ്ട്. ആ ചക്കും ഒരു ആളും അതും കാളയും കൂടി താഴ്ന്നു പോകുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. ഓഹോ, അങ്ങനെയാണ് ഇതും പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ നാട്ടിലുള്ളവർ കണ്ടിട്ട് അവർക്ക് വേറെ വല്ല കഥയും പറയേണ്ടത് എനിക്കറിയില്ല. ഇതാണ് ഞാൻ കേട്ട കഥ. ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.